എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയ്ക്ക് അത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഷോ റീസൺസ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജനപ്രിയനായ ദിലീപിൻ്റെ തങ്കമണി എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഷോ ടിക്കറ്റ് കാണാൻ ഇടയായുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എൻ്റേതായ റീസൺസ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ റീസൺ എനിക്ക് പറയുന്നത് രതീഷ് രഘുനന്ദൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ വിശ്വാസം. കാരണം ഉടലെന്ന് പറയുന്ന ചിത്രം എടുത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഉടലെന്ന് പറഞ്ഞ ചിത്രം പലർക്കും ഇഷ്ടപ്പെട്ടേക്കും, പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ അടുത്തുള്ള മേക്കിംഗ് രീതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് മേക്കിംഗ് ഒരുക്കി വെച്ചത്. കാരണം ഒരു വീടിൻ്റെ ഉള്ളിൽ ഇത്രയേറെ മേക്കിങ്ങും കാര്യങ്ങളും സംഭവങ്ങളും സംഭവിക്കുന്നത് അത് വേറെ ലെവൽ തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തങ്കമണി എന്ന് പറഞ്ഞ മൂവിൽ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സിഗ്നേച്ചർ സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. അതിനേക്ക് ഉപരി ഇതിൻ്റെ സ്റ്റോറി, അതായത് തങ്കമണി എന്ന് പറയുമ്പോൾ റിയൽ ബേസ്ഡ് സ്റ്റോറിയാണ്. അതായത് നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഴയ കാലത്ത് ഞെട്ടിച്ച അല്ലെങ്കിൽ അന്നത്തെ ഈറനണിച്ച അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ നായിട്ടിൻ്റെ കഥ തന്നെയായിരുന്നു തങ്കമണി സംഭവം. അപ്പോൾ ആ റിയൽ ബേസ്ഡ് സ്റ്റോറി നമ്മുടെ കാണുന്ന പ്രേക്ഷകരിലേക്ക് യാഥാർത്ഥ്യമായിട്ട് മുമ്പിലോട്ട് എത്തുമ്പോൾ അതെന്തായിരിക്കും എന്ന് സംഭവിച്ചിട്ടുണ്ടാവും എന്നാൽ കാണാനുള്ള ഭയങ്കര ആകാംക്ഷ എനിക്കുണ്ട്. അത് തന്നെയാണ് റീസൺസിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നാമതമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ് ഇതിൽ കാസ്റ്റിംഗായി യൂസ് ചെയ്തിട്ടുള്ളത്. ജനപ്രിയനായ ദിലീപ്, അതുപോലെ നിത പിള്ളൈ, മാളവിക നായർ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അജ്മൽ അമീർ, അതുപോലെ പ്രണീത തുടങ്ങിയൊക്കെ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കി കഴിഞ്ഞാൽ ഓരോ ഓക്കെ ലെവൽ ഒരു എന്താ പറയുക നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പാട്ടുകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും നമ്മുടെ ഇത് പഴയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ പാട്ടുകൾക്ക് ഒരു പഴമ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ട്രെയിലറാണെങ്കിൽ പോലും എന്താ പറയുക പഴയൊരു കാലഘട്ടവും കാണാൻ പ്രേരിപ്പിക്കാൻ തോന്നും. കാരണം ടീസർ ഒട്ടും തന്നെ എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ട്രെയിലർ അത്യാവശ്യം ഒരു പോസിറ്റീവ് ഒരു വൈബ് അല്ലെങ്കിൽ ബീജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു റിവെഞ്ച് സ്റ്റോറി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പഴയൊരു സംഭവം നടന്ന ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി വരുന്നു. അതായിരിക്കും എൻ്റെ സ്റ്റോറി എന്ന് കാണുന്ന ഏത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ. ദിലീപിൻ്റെ കോസ്റ്റ്യൂംസും കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് തങ്കമണി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക ഇതിലുള്ള കാസ്റ്റിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പക്ഷേ ജനപ്രിയനായ ദിലീപിൻ്റെ ഒരു തിരിച്ചറിവ് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. അതുപോലെ തങ്കമണിയെക്കുറിച്ച് പറയുമ്പോൾ തങ്കമണി ഇടുക്കിയിൽ നടന്ന സംഭവമായിരുന്നു. അതായത് ഒരു ബസ് കത്തിക്കലും നാട്ടിലേക്ക് ആ ബസ് പകുതി വരെ പോകുള്ളൂ. അങ്ങനെ ആ നാട്ടിൽ ബസ് തടഞ്ഞു വയ്ക്കുന്നു, പിന്നെ പോലീസ് കേസാവുന്നു, ബസ് കത്തിക്കുന്നു. പിന്നീട് അന്ന് രാത്രി അതിൻ്റെ മുതലാളിയും ഒക്കെ ചേർന്നു ഈ തങ്കമണി എന്ന് പറഞ്ഞ ഒരു നാടിനെ നരനായായിട്ട് ചെയ്യുന്നു. അവിടുത്തെ പുരുഷന്മാരെല്ലാം ജയിലിലേക്ക് പിടിച്ചിട്ട് ഒന്ന് ചതിക്കുന്നു. അതിൽ ചിലർ മരണപ്പെടുന്നു, സ്ത്രീകളെ എല്ലാം പീഡിപ്പിക്കപ്പെടുന്നു. അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഇലക്ഷനെ തന്നെ മാറ്റിമറിച്ച് പരാജയത്തിലേക്ക് എത്തിപ്പെട്ടൊരു കാര്യം തന്നെയായിരുന്നു തങ്കമണി സംഭവം എന്ന് പറയുന്നതിനുള്ള കാരണം. അപ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ആ യഥാർത്ഥ സംഭവം യാഥാർത്ഥമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് നടക്കുമ്പോൾ എന്തായിരിക്കും കാണാനുള്ള ആകാംക്ഷ ഓരോ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട്. ഇത്രക്ക് റീസണബിളാണ്. അപ്പോൾ ആരൊക്കെയാണ് ആ തങ്കമണി ഫസ്റ്റ് ഷോ കാണാൻ ഉള്ളൊരു കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. നമ്മുടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.